ഒരു ഭജനയുടെ ഇനത്തിൽ പിന്നീട് സമീപകാലത്ത് മാഷ് പാടിയ ഒരു വീഡിയോ പുറത്തു വന്നപ്പോ അതൊരു അയ്യപ്പൻ വിളക്കിന്റെ പശ്ചാത്തലത്തിൽ ഭൂതനാഥ എന്ന് തുടങ്ങുന്ന ഒരു ഭജന. എനിക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ട്രെൻഡിങ് ആവുന്നത് യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയാണല്ലോ. അവിടെയും മാഷ് ഒരുപാട് വ്യൂവേഴ്സിനെ കാഴ്ചക്കാരെ അവരുടെ ശ്രദ്ധയെ ക്ഷണിച്ചൊന്നാണ് ആ ഒരു പാട്ട്. ആ പാട്ടിന്റെ ഒരു ഓർമ്മ എങ്ങനെയാണ് പങ്കുവയ്ക്കുക? ആ പാട്ട് സുകുമാരമേനോൻ എഴുതിയ ഒരു വേറൊരു തരം പാട്ടാ. അയ്യപ്പൻ വിളക്കിന് ഉടുക്കൂട്ട് പാട്ട് എന്നുള്ള എനിക്കൊരു പാട്ട് കുറച്ച് വരികൾ എഴുതി. മറ്റു പാട്ടുകൾ വേറെ ഉണ്ട്, ജയേട്ടനും മറ്റുള്ളവരൊക്കെ പാടിയ വേറെ പാട്ട്. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള ഒരു കാസറ്റിലെ പാട്ടാണ്. അടുത്തൊരു പാട്ട്, അത് നീ പാട്ട് മാത്രം കിട്ടും. 7 പാട്ട് 5 പാട്ട് ജയേട്ടൻ പാടിയിട്ടുണ്ട്. എങ്ങനെയാണ് എനിക്ക് സ്വീകാര്യത, പ്രതികരണം? അത് ഷൂട്ട് ചെയ്തു. പിന്നീട് ഷൂട്ട് ചെയ്തപ്പോ അമ്പലവിളക്ക് നടക്കുന്ന ഈ അമ്പലം പൂട്ടി വിളക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഒരു നടക്കി അവിടെ പോയിട്ട് അവരോട് സാങ്ഷൻ മേടിച്ച് അവിടെ ആ അമ്പലം തുള്ളക്കാരും എല്ലാവരും ആയിരുന്നു. അവരെ എഴുന്നള്ളിപ്പോ അതൊക്കെ എടുത്തു നോക്കിയപ്പോ ഈ വിഷ്വലിന് നല്ല ബ്യൂട്ടി നന്നായി വന്നു. ഒന്നും പറഞ്ഞ മാതിരി ഫീൽ ചെയ്യില്ല. പക്ഷേ ശബരിമല തീർത്ഥാടന കാലത്ത് വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒന്നാണ് ദേശവിളക്ക്, അത് അയ്യപ്പൻ വിളക്ക്. അത് ദേശക്കാരുടെ കൂട്ടായ്മയിൽ എല്ലാവരും ചേർന്ന് ഒരുക്കുന്ന ഒന്നാണ്. വാഴപ്പിണ്ടി കൊണ്ട് അമ്പലം ഒരുക്കി, ഉടുക്കൂട്ടുപാട്ട്, താളം, മേളം, എല്ലാ പരിപാടിയുണ്ട്. മാഷിന്റെ ഓർമ്മയിലെ ഒരു ദേശവിളക്കിനെ എങ്ങനെയാണ് മാഷ് വിവരിക്കുക? എന്റെ നാട്ടില് ആറാട്ടുപുഴ ഈ ദേവമേള നടക്കുന്ന ശാസ്താവിന്റെ ഇവിടെ തന്നെ ദേശവിളക്കുണ്ട്. അത് ആ ദേശവിളക്ക് ഒരു ശനിയാഴ്ച ആയിരിക്കും മിക്കവാറും ഉണ്ടാകുക. ആ സമയത്ത് ഇവിടെ ജനസമുദ്രമായിരിക്കും. പിന്നെ ഈ ഉടുക്കൂട്ട് പാട്ടുകാർ ഈ അമ്പലം പൂട്ടി വിളക്ക്, വാഴപ്പിണ്ടി കൊണ്ടുള്ള അമ്പലങ്ങൾ, ഇത് മനോഹരമായിട്ട് ജോലിയൊക്കെ ഉണ്ടല്ലോ, അത് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വന്ദിക്കണം. അവരൊക്കെ കഴിവും. അങ്ങനെ ഒരുപാട് ഭക്തന്മാരും അയ്യപ്പ ഈ വിളക്കിലേക്ക് വന്ന് സന്ധ്യാസമയത്തും അത് കഴിയുന്നതുവരെയും എഴുന്നള്ളിപ്പോ അതിലൊക്കെ പങ്കെടുക്കാനൊക്കെ ജനങ്ങൾ ധാരാളം വരും. ഞങ്ങളൊക്കെ ഉടുമ്പടക്കം വന്ന് കാണാറും പങ്കെടുക്കാറുള്ളതാണ്.